അത്യുഷ്ണത്തിൽ വലഞ്ഞിരിക്കുകയാണ് ഉത്തരേന്ത്യ. 15 പേരാണ് രാജസ്ഥാനിൽ കനത്ത ചൂടിൽ ഇതുവരെ മരിച്ചത്. 3965 പേർ ഇതുവരെ ചികിത്സ തേടി. ഡൽഹിയിലെ മുകേഷ്പൂരിൽ 49.9 ഡിഗ്രി സെൽഷ്യസാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. PR അരവിന്ദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അരവിന്ദ്, ഇവിടെ മഴക്കെടുതികൾ, വെള്ളപ്പൊക്കം എന്നുള്ള ആശങ്കകളൊക്കെ നിലനിൽക്കുമ്പോൾ ഉത്തരേന്ത്യ കടുത്ത ഉഷ്ണതരംഗത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. നിലവിൽ എന്തൊക്കെയാണ് അവസ്ഥകൾ? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചൂട് അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. പ്രധാനമായും രാജസ്ഥാനിലാണ് ഉഷ്ണതരംഗം അതിരൂക്ഷമായി ബാധിച്ചിരിക്കുന്നത്. രാജസ്ഥാനിൽ 15 പേരാണ് കനത്ത ചൂടിനെ തുടർന്ന് മരണപ്പെട്ടത്. സൂര്യാഘാതവും അതുപോലെ തന്നെ മറ്റ് ഈ കനത്ത ചൂടിനെ തുടർന്നുള്ള അസുഖങ്ങൾ മൂലമാണ് 15 പേർ മരണപ്പെട്ടത്. ഏകദേശം 4000-ഓളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട്. എന്തായാലും കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഡൽഹി, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നൽകിയിരിക്കുന്നത്. പരമാവധി വീടുകൾക്കുള്ളിൽ തന്നെ തുടരുക എന്നൊരു നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട്. 11-നും അതുപോലെ തന്നെ രാവിലെ 11-നും അതുപോലെ തന്നെ വൈകുന്നേരം 5 മണിക്കും ഇടയ്ക്ക് പുറത്തിറങ്ങുന്നവർ കടുത്ത ജാഗ്രത പാലിക്കണമെന്നും ഇപ്പോൾ സംസ്ഥാന സർക്കാരുകൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ ഡൽഹിയിലെ മുകേഷ്പൂരിൽ രേഖപ്പെടുത്തിയത് 49.9 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേസമയം രാജസ്ഥാനിലെ പല ജില്ലകളിലും പല സ്ഥലങ്ങളിലും 50 ഡിഗ്രിയിൽ മുകളിലാണ് താപനില ഉള്ളത്. അതുകൊണ്ട് തന്നെ ജനജീവിതം പൂർണ്ണമായും ദുസ്സഹമായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന അടുത്ത 2 ദിവസം കൂടി ഈ ഉഷ്ണതരംഗം അതിരൂക്ഷമായി തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.